കലോത്സവത്തിനെത്തുന്നവർക്ക് രുചിക്കൂട്ട് തയ്യാറാണ്. ഒരേ സമയം 20 വരികളിലായി 4000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. പുത്തരിക്കണ്ടം മൈതാനിയിൽ തയ്യാറാക്കിയ കലവറയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ എത്തിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് പാലുകാച്ചൽ ചടങ്ങ് നടക്കും. ഏതു പരിപാടിക്കും അതിന്റെ സ്വാദ് കൂട്ടുന്നത് ഭക്ഷണമാണ്. 63ാമത് കലോത്സവത്തിന്റെ ഊട്ടുപുരയും തയ്യാറായി. ഭക്ഷണം വയറു നിറയ്ക്കുമ്പോൾ മനസ്സു നിറയ്ക്കാൻ സംഗീതവും ഭക്ഷണപ്പന്തലിലുണ്ടാകും. പഴയിടം മോഹനൻ നമ്പൂതിരിക്കാണ് ഊട്ടുപുരയുടെ ചുമതല. ഒരേ സമയം 20 വരികളിലായി 4000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് പന്തൽ സജ്ജമാക്കിയത്. ഇന്ന് വൈകിട്ട് അത്താഴ ഭക്ഷണ വിതരണത്തോടെ ഊട്ടുപുരയുടെ പ്രവർത്തനം ആരംഭിക്കും. ഭക്ഷണ കലവറ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ സന്ദർശിച്ചു. എല്ലാം പൂർത്തിയായതായി മന്ത്രിമാരും ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLAയും പറഞ്ഞു. ഈ ഓരോ BRCകളിൽ നിന്നും BRCയുടെ കീഴിലുള്ള സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച് പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടെ ശേഖരിച്ച് അവരിവിടെ കേന്ദ്രീകരിച്ചിവിടെ കൊണ്ടുവരുന്നു. എന്തായാലും ഇതൊരു ജനകീയ ഉത്സവമായി മാറാൻ വേണ്ടി പോവുകയാണ്. എല്ലാ കമ്മിറ്റികളും അവരവരുടേതായിട്ടുള്ള മുൻകൈയിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം പൊതുവായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ ഏറ്റവും മെച്ചപ്പെട്ട കലോത്സവമായി മാറാനുള്ള തയ്യാറെടുപ്പാണ് പൊതുവിലുണ്ടായിട്ടുള്ളത്. നാലാം തീയതി രാവിലെ 7 മണിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് ഭക്ഷണ വിതരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 7 മണിക്കാണ്. പ്രഭാത ഭക്ഷണമാണ് അദ്ദേഹം വിളമ്പുന്നത്. ആ നിലയിൽ എല്ലാ തരത്തിലും ഒരു കുറ്റമറ്റ ഭക്ഷണ വിതരണ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് KSTAക്കാരായിട്ടുള്ള അധ്യാപകരുടെ ഒരു വലിയ പിന്തുണ ഈ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്. ഇവിടെ ഇത് തരംതിരിക്കാനും ചുമക്കാനും നാളെ മുതൽ ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള വളണ്ടിയർമാരാകാനും ഒക്കെ തന്നെ എല്ലാവരും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉൽപ്പന്ന സമാഹരണം നടത്തി കലവറ നിറയ്ക്കൽ തുടരുകയാണ്. 12 BRCകളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ CITU DYFI പ്രവർത്തകരുടെ സഹായത്തോടെയാണ് കലവറയിലേക്ക് എത്തിച്ചത്. ഇതേപോലുള്ള തൊഴിലാളികളാണ് സൗജന്യമായി ഇവിടെ ഈ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ ചുമന്ന് ഇവിടെ ഇറക്കുന്നത്. അവരെ പറ്റിയൊക്കെ നിരവധി പരാതികളാണല്ലോ ചില കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് മന്ത്രി എന്നുള്ള നിലയിൽ, തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ കൂടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.